ശരി, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ നേരത്തെ ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച ആയമാരെ ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നതിൻ്റെ പേരിൽ ഇവർ മുറിപ്പെടുത്തിയത്. ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവരെ 3 പേരെയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫിൻ, 3 പേരെയും എത്തിച്ചു. ഇനിയുള്ള നടപടിക്രമങ്ങൾ, അവരെന്തെങ്കിലും കാര്യം സമ്മതിക്കുകയുണ്ടായോ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനോട്? ദിവിഷ്, ഏതായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ ഏതായാലും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ 3 പേരെയും ഇപ്പോൾ ഒരു ആളെ അങ്ങോട്ടേക്ക് അകത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ദൃശ്യം മറ്റ് 2 പേരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 പേരാണ് ഇത്തരത്തിൽ ഈ കേസിൽ പ്രതികളായിട്ട് ഉള്ളത്. അവരെ 3 പേരെയും മ്യൂസിയം സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പ്രാഥമികമായി ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങുക. ഇപ്പോൾ 3 പേരെയും വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ 3 പേരും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് അകത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഒപ്പം ഡോക്ടർ, ഈ ചികിത്സയിലുള്ള കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. അത്തരത്തിൽ ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്, ആശുപത്രി അധികൃതർക്ക് പറയാനുള്ളത് എന്താണെന്നുള്ള ഒരു കാര്യവും പോലീസ് കേൾക്കും. അതിനുശേഷം 3 പേരിൽ ഇതിൽ ഒരാൾ ഇങ്ങനെ ഒരു പീഡനം നടത്തുകയും മറ്റു 2 പേർ അത് മറച്ചു വെക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ 3 പേരുടെയും ഇതിലൊരു പങ്കാളിത്തം എങ്ങനെയാണ് സ്റ്റെഫിൻ? ദിവിഷ്, ഏതായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ 3 പേരും ഈ കുട്ടികളെ, ഈ ആക്രമണത്തിന് ഇരയായ കുട്ടി ഉൾപ്പെടെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലയിലുള്ളവരാണ്. ആരാണ് നേരിട്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഏതായാലും വിശദമായി ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതൊക്കെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു അവ്യക്തമായി തന്നെ നിൽക്കുന്നത്. ഇനി ഏതായാലും പോലീസിന്റെ ഒരു വിശദമായ അന്വേഷണം അക്കാര്യങ്ങളിലൊക്കെ തന്നെ വേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും ശിശുക്ഷേമ സമിതിയിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഏതായാലും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. വിശദമായ ഒരു മൊഴിയെടുപ്പ് ഈ കേസിന് ഏതായാലും ബന്ധപ്പെട്ട് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആ തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവ് ശേഖരണം അടക്കം ഇനി പോലീസിന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക്, ആരാണ് കുട്ടിയെ ഉപദ്രവിച്ചത്, ഏത് തരത്തിലാണ്, ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്കും ഒരു വ്യക്തതയിലേക്കും ഒക്കെ തന്നെ മ്യൂസിയം പോലീസിനെ സംബന്ധിച്ച് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം 3 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്കൊക്കെയാണ് പോലീസ് നീങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. ഔദ്യോഗികമായി അറസ്റ്റും രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഏതായാലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് മ്യൂസിയം പോലീസ് നീങ്ങുകയാണ്. ചില നേരത്തെ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഇനി ഈ ചോദ്യം ചെയ്യൽ, അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനമാണ്. 3 പേരെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം ഓരോരുത്തരെയും വെവ്വേറെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ആ ഒരു ചോദ്യം ചെയ്യലിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവർ 5 വർഷമായി അവിടെ ജോലി ചെയ്തിരുന്നവരാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് മുൻപും ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്നതൊക്കെ ഈ ചോദ്യം ചെയ്യലിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും അത്തരം വിവരങ്ങളും പോലീസ് ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെയധികം നാൾ ഇവർ ഈ കുട്ടികളെ സംരക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത് വന്നിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുൻപ് ഏതെങ്കിലും കുട്ടികൾക്ക് ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്യൽ, 3 പേരെയും മാറ്റി നിർത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ അത്തരം വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിശദമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഈ ഒരു പ്രശ്നമുണ്ടായിട്ടും ഇത്രയധികം ദിവസം ഈ ഒരു കേസും നടപടിയും ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് വൈകി നടക്കുമുള്ള പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ശിശുക്ഷേമ സമിതി എന്ന് പറയുമ്പോൾ ആരും ബന്ധുക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ഒന്നും നോക്കാനില്ലാത്ത കുട്ടികളാണ്, യഥാർത്ഥത്തിൽ അനാഥരായ കുട്ടികളാണ് ശിശുക്ഷേമ സമിതിയിലെത്തി അനാഥരായി മാറുന്നത് എന്നൊരു വലിയ പ്രത്യേകത കൂടി അവിടെ ഉണ്ട്. കുട്ടികളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉള്ളൊരു സ്ഥാപനമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടിക്ക് ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ
നോക്കുന്ന ആയമാരുടെ ഭാഗത്ത് നിന്ന്, സംരക്ഷിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ എടുത്തു കാണേണ്ടത്. ഇപ്പോൾ ഏതായാലും 3 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുക. ഈ 3 പേരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരാളാണോ ഇത് ചെയ്തതെന്നടക്കമുള്ള പല കാര്യങ്ങൾക്ക് ഇനി ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം ഏതായാലും ലഭിക്കേണ്ടതുണ്ട്. സ്റ്റെഫിനി, സാധാരണ ഇതിൽ അവിടെ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആയമാരായിട്ടുള്ളവരൊക്കെ കൂടുതലും ഏറിയ പങ്കും താൽക്കാലികമായി ഇങ്ങനെ വേതനാടിസ്ഥാനത്തിൽ എടുക്കുന്നവർ തന്നെയാണ്. ഇപ്പം നേരത്തെ ഇതിൻ്റെ ചുമതലക്കാരൻ അരുൺ ഗോപി പറഞ്ഞിരുന്നു 5 വർഷമായവരാണ്. പക്ഷേ എല്ലാവിധ കർശനമായ നിരീക്ഷണങ്ങൾ, CCTV അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. കണ്ണിൽ എണ്ണയൊഴിച്ചതെന്നപോലെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഇടമെന്നാണ് ഈ സെക്രട്ടറിയൊക്കെ പറഞ്ഞത്. പക്ഷെ എന്നിട്ടാണ് ഇങ്ങനൊരു പിഴവ് വരുന്നത്. അപ്പോൾ എവിടെയാണ് അവിടെ പാളിച്ച? ഈ CCTVകളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നതാണോ? ഇതിന് വേണ്ട തെളിവുകളൊക്കെ കിട്ടുമോ? ഏതായാലും അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഇനി ഏതായാലും ദിവിഷ് നടക്കേണ്ടതുണ്ട്. ഏതായാലും CWCയുടെ ഭാഗത്തു നിന്നും ഒരു പ്രാഥമികമായ ഒരു അന്വേഷണം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും. നമ്മൾ ഈ CWC അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയൊക്കെ നമുക്ക് പലതവണ പോകുന്നതാണ്, പല തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്ന് നമ്മൾ ശേഖരിക്കുന്നതാണ്. അവിടെ നിന്നും ഇത്തരത്തിൽ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ ഒരു കുഞ്ഞിന് ഉപദ്രവം നേരിടേണ്ടി വരുന്നു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് തന്നെ ഒരു വലിയ സങ്കടം. നമ്മൾ തന്നെ ഇപ്പോൾ നല്ല വാർത്തകളായിട്ട് അവിടുത്തെ പല കുഞ്ഞുങ്ങളുടെയും അല്ലേ, അവർ പുതിയ ജീവിതത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആഘോഷങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല നല്ല വാർത്തകൾ നമ്മൾ അവിടുന്ന് വളരെ സന്തോഷത്തോടെ പങ്കുവയ്ക്കാറുള്ളതാണ്. സ്റ്റെഫിൻ അടക്കമുള്ളവർ അവിടെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സങ്കടകരമായ കാര്യം കാണുന്നത്. അതെ, അത് തന്നെയാണ് ഈ കേസിനെ ഏറ്റവും പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നതും. അതുകൊണ്ട് തന്നെ ഇനി വിശദമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഇനി പല ചോദ്യങ്ങളും ഉയരാം. അതിനൊക്കെ തന്നെ ഉത്തരം തരാൻ CWCയും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ ബാധ്യത ഉള്ളവരായി തീരുന്നുണ്ട്. ഈ ഒരു സംഭവത്തോടു കൂടി ഏതായാലും ഈ കേസ് ഒരു വിശദമായി ഇത്തരത്തിൽ ഇതിനു മുമ്പ് പല കുട്ടികൾക്കും അവിടെ താമസിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ അന്വേഷണം നീളാനുള്ള വരേണ്ടതുണ്ട്. മുൻപും ഏതെങ്കിലും കുട്ടികൾക്ക് ഇത്തരത്തിലൊരു സമാന സംഭവം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ മുൻപ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇത് കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഈ 3 പേർ, ഇവരിൽ ആരാണ് ആ കുട്ടിയെ ഉപദ്രവിച്ചത്, മറ്റു 2 പേർ ഇത് മൂടിവെക്കാൻ ഇത് സഹായിക്കുകയായിരുന്നു എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ.